അന്തിമ കുറ്റപത്രം എറണാകുളം സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിലാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. സിബിഐ തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ പീഡന വിവരം മറച്ചുവെച്ചു എന്നതാണ് കുറ്റം. ഇത് സംബന്ധിച്ച മൊഴി ഇവർ സിബിഐക്ക് നൽകിയിരുന്നു എന്നുകൂടി വരുന്നു. വാളയാർ പീഡന കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സിബിഐയുടെ കുറ്റപത്രത്തിൽ, എറണാകുളം സിബിഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് സിബിഐ തിരുവനന്തപുരം ക്രൈം യൂണിറ്റ് മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. ഈ വാളയാർ പീഡന കേസുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഈ കേസിൽ മാതാപിതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ ബലാത്സംഗ പ്രേരണ കുറ്റമാണ് സിബിഐ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്തിമ കുറ്റപത്രം എറണാകുളം സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. സിബിഐ തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് ഈ കേസ് അന്വേഷിച്ചതും ഇതിന്റെ തുടർ നടപടികളെല്ലാം സ്വീകരിച്ചതും. അവരാണ് ഇപ്പോൾ എറണാകുളം സിബിഐ കോടതിയിൽ ഇത് സംബന്ധിച്ച അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന വിവരം മറച്ചുവെച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. ഇത് സംബന്ധിച്ച് ഈ പീഡനം നടന്ന വിവരം തങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് മാതാപിതാക്കൾ സിബിഐക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വലിയ ട്വിസ്റ്റാണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ കേസിൽ നിലവിൽ ഇപ്പോൾ 3 പ്രതികൾ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. ഈ 3 പ്രതികളാണ് ഉള്ളത്. അവർക്കൊപ്പമാണ് 2 പ്രതികളായി ഈ മാതാപിതാക്കളെ കൂടി ചേർത്തിരിക്കുന്നത്.